മാതാപിതാക്കൾക്ക് മക്കളോടുള്ള വാത്സല്യം പലതരത്തിലാണ്. ചില കുട്ടികളോട് കൂടിയും ചിലരോട് കുറഞ്ഞുമെല്ലാം ഇരിക്കും. സ്വാഭാവികമായും പ്രായം കൂടുന്നതിനനുസരിച്ച് വാത്സല്യത്തിൻ്റെ തോത് കുറയും. എന്തായിരുന്നാലും ശരി, മക്കൾക്ക് നൽകുന്ന വാത്സല്യത്തിൽ എന്തിനേറെ പറയണം, ചുംബനത്തിൽ പോലും നീതി പാലിക്കണമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ അവിടുത്തെ സവിധത്തിലിരിക്കുന്ന ഒരു സ്വഹാബിയുടെ അടുത്തേക്ക് ആ സ്വഹാബിയുടെ ഒരു ചെറിയ ആൺകുട്ടി ഓടി വന്നു. ആ കുട്ടി വന്നപ്പോൾ അതിനോടുള്ള വാത്സല്യത്താൽ ആ സ്വഹാബി ആ കുട്ടിയെ വാരിയെടുക്കുകയും ആ കുട്ടിയുടെ 2 കവിളത്തും ചുംബനങ്ങൾ നൽകി തൻ്റെ മടിയിലിരുത്തുകയും ചെയ്തു. ഈ കുട്ടി ഓടി വരുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ സഹോദരി, 1, 1.5, 2 വയസ്സ് മുതിർന്ന ആ സഹോദരിയായ പെൺകുട്ടിയും ഓടി വന്നു. ആ പെൺകുട്ടി ഓടി വന്നപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയെ വാരിയെടുക്കുകയും തൻ്റെ മടിയിൽ ഇരുത്തുകയും ചെയ്തു. ഇതു കണ്ട തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, മാ അദൽത ബൈനഹുമ, നിങ്ങൾ നീതി കാണിച്ചിട്ടില്ല. ആ 2 മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പ്രവർത്തിച്ചിട്ടില്ല. ആദ്യത്തെ കുട്ടി വന്നപ്പോൾ ആ കുട്ടിയെ വാരിയെടുക്കുകയും അതിന് ചുംബനം നൽകുകയും ചെയ്തു. രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ ആ കുട്ടിയെ വാരിയെടുത്ത് മടിയിലിരുത്തുക മാത്രമാണ് ചെയ്തത്, ചുംബനം നൽകിയിട്ടില്ല. മക്കൾക്ക് വാത്സല്യത്തിൽ നൽകുന്ന ഒരു ചുംബനത്തിൽ പോലും നീതി പാലിക്കണമെന്നാണ്, എല്ലാവർക്കും ഒരുപോലെ നൽകണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതേ നിയമം വല്യപ്പമാർക്കും വല്യമ്മമാർക്കുമൊക്കെ ബാധകമാണ്. അവരുടെ പേരമക്കളെ ഒരേ കണ്ണുകൊണ്ട് കാണണം. മക്കളുടെ പേരമക്കളെ തരംതിരിക്കുന്ന രീതി വല്യപ്പമാർക്ക് ചേർന്നതല്ല. അഥവാ മകൻ്റെ മക്കളോട് ഒരു നിലപാടും മകളുടെ മക്കളോട് മറ്റൊരു നിലപാടും ശരിയല്ല. മക്കളുടെ കൂട്ടത്തിൽ തന്നെ പണം കൂടിയ മക്കളുടെ മക്കളോട് ഒരു നിലപാടും പണം കുറഞ്ഞ മക്കളുടെ മക്കളോട് ഒരു നിലപാടും അതും ശരിയല്ല. വിദേശത്ത് ജോലിയുള്ള, നല്ല ശമ്പളമുള്ള, ഇടക്കിടക്ക് കാശ് അയച്ചു കൊണ്ടിരിക്കുന്ന മകൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വല്യുപ്പ അവിടുത്തെ മക്കൾക്ക് വേണ്ടി 10 രൂപയുടെ 20 രൂപയുടെ ചോക്ലേറ്റ് വാങ്ങുകയും നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന, സാമ്പത്തിക ശേഷി വളരെ കുറഞ്ഞ, തനിക്ക് പലപ്പോഴും വരുമാനത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയത് മാത്രം തരുന്ന നാട്ടിലുള്ള തൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ 2 രൂപയുടെ 4 നാരങ്ങ മിഠായി കൊണ്ടുപോകുന്നതും നീതിയല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ബോധം വല്യപ്പമാർക്കും വല്യമ്മമാർക്കും വേണം, അതുപോലെ ബാപ്പമാർക്കും വേണം. അള്ളാഹു നമ്മുടെ മക്കൾക്കിടയിൽ നീതി കാണിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.